ശിഷ്യത്വം എന്നത് തൽക്ഷണമുള്ളൊരെടുത്തുചാട്ടമാണ്. വലകളിൽ നിന്ന് വചനത്തിലേക്ക്, വള്ളത്തിൽ നിന്ന് വഴികളിലേക്ക്, രക്തബന്ധങ്ങളിൽ നിന്ന് ആത്മബന്ധങ്ങളിലേക്ക്, സ്വന്തം ഇഷ്ടങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളിലേക്ക്. ഒരു വലിയ യുവജന സമ്മേളനം നടക്കുക, അതിലെത്തേണ്ട പ്രധാനി എത്തിയിട്ടില്ല. വിളിച്ചപ്പോൾ പറയുന്ന മറുപടി ഇതാണ്: രാവിലെ എഴുന്നേൽക്കാനായി അലാം വെച്ചിരുന്നു, പക്ഷേ അലാം അടിച്ചപ്പോൾ പതിവ് പോലെ ഞാനത് സ്നൂസ് ചെയ്തു, പിന്നെയും കിടന്നു, ഉറങ്ങിപ്പോയി. അതുകൊണ്ട് വരേണ്ട ട്രെയിൻ കിട്ടിയില്ല, വരാൻ പറ്റില്ല. ആണ്ടുവട്ടത്തിലെ 3-ാം ഞായറിൽ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം നാം ഇങ്ങനെ വായിക്കുന്നു: ഗലീലി തടാകത്തിൻ്റെ തീരത്തുകൂടി നടന്നെടുക്കുന്ന യേശു തൻ്റെ ആദ്യ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നു. എന്നെ അനുഗമിക്കൂ എന്നൊരൊറ്റ വാക്കുകൊണ്ട് ഈ 4 ശിഷ്യന്മാരും അവരുടെ വലകൾ, വള്ളം, പ്രിയപ്പെട്ട പിതാവ് ഇതൊക്കെ ഉപേക്ഷിച്ച് അവനെ തൽക്ഷണം അനുഗമിച്ചു. ശിഷ്യത്വം ആവശ്യപ്പെടുന്ന ഒരു അർജൻസിയുണ്ട്, ഒരു അടിയന്തര സ്വഭാവമുള്ള ഒരു പ്രവർത്തനം, മറുപടി നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഒരു ശിഷ്യൻ അവൻ മനുഷ്യനെ പിടിക്കുന്നവനാക്കാം എന്ന വാഗ്ദാനത്തോടുകൂടി വലിയ അത്ഭുതങ്ങളൊന്നും പറയുന്നില്ല, വലിയ പ്രഭാഷണങ്ങളൊന്നും പറയുന്നില്ല. ഒരു നടപ്പിനിടയിൽ പറയുന്ന അനുഗമിക്കൂ എന്ന വാക്കിൻ്റെ പിന്നാലെ അവർ തൽക്ഷണം എല്ലാം ഉപേക്ഷിച്ച് യാത്രയാവുന്നു. ഒരു ചാട്ടമാണത്. ഈ ശിഷ്യത്വത്തിലേക്കുള്ള ഈ ചാട്ടം അവർ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന വാഗ്ദാനത്തിലാണ്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഒരു മനുഷ്യൻ ക്രിസ്തുവിൻ്റെ പിന്നാലെ നടക്കാം, അവൻ്റെ അനുയായി നടക്കാം. പക്ഷേ അവൻ ക്രിസ്തുവിലേക്ക് മനുഷ്യനെ പിടിക്കുന്നവരാകണമെങ്കിൽ ഈ ഒരു അർജൻസി, തിടുക്കത്തിൽ അവൻ തൽക്ഷണം തീരുമാനമെടുക്കുന്നവനാകണം. അത് പിന്നീട് മാറ്റിവെച്ച് പിന്നീട് നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് അത് ചെയ്യാമെന്ന് വിചാരിക്കുന്നതല്ല. ഒരു ശിഷ്യൻ എന്ന് പറഞ്ഞാൽ തൻ്റെ ഇഷ്ടങ്ങൾക്ക് മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പ്രയോറിറ്റി കൊടുക്കുന്നു. പ്ലാൻ ബി അല്ല ദൈവത്തിൻ്റെ ഇഷ്ടം, മറിച്ച് പ്ലാൻ എ തന്നെ. തൻ്റെ ജീവിതത്തിൻ്റെ പ്രയോറിറ്റി ദൈവത്തിൻ്റെ ഇഷ്ടം, അതിൻ്റെ രണ്ടാമത്തതാണ് എൻ്റെ ഇഷ്ടം എന്ന് പറയുന്നതാണ് യഥാർത്ഥ ശിഷ്യൻ. അവനാണ്, അങ്ങനെയുള്ളവർക്കാണ് ദൈവത്തിങ്കിലേക്ക് മനുഷ്യരെ പിടിച്ചു കൊണ്ടുവരാൻ ആവുന്നത്. അവരാണ് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്, മാനസാന്തരങ്ങൾ ഉണ്ടാക്കുന്നത്. അത്തരം ശിഷ്യന്മാരാകാനുള്ള വിളിയാണ് തമ്പുരാൻ ഇന്ന് നമുക്ക് തരുന്നത്. ഒരിക്കൽ 40 വയസ്സിന് മുകളിലുള്ള ദമ്പതികൾ എന്നെ സമീപിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കണം, കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം. അപ്പോൾ പറഞ്ഞു, ഒരു കാര്യം കൂടി ഉണ്ടച്ചാ, അത് ഞങ്ങൾക്ക് ഇതിനു മുൻപ് കുഞ്ഞുങ്ങൾ ഉണ്ടായതാണ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങളൊന്ന് സെറ്റിലായിട്ടില്ലായിരുന്നു, ഞങ്ങളുടെ ജോലി ഇങ്ങനെ സ്ഥിരതയിലേക്ക് വന്നില്ലായിരുന്നു, പിന്നെ കുറെ കടവും ലോണും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മാറിയിട്ട് ഞങ്ങൾ കുഞ്ഞുങ്ങൾ മതി എന്ന് വിചാരിച്ച് അന്നുണ്ടായ കുഞ്ഞിനെ ഞങ്ങൾ അബോർട്ട് ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ കുഞ്ഞുങ്ങളെ ലഭിക്കുന്നില്ല. തമ്പുരാൻ അവർക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കട്ടെ, തമ്പുരാൻ്റെ കാരുണ്യം അനുസരിച്ച്. അപ്പനും അമ്മയും ആകാനുള്ളൊരു വിളിയുടെ അർജൻസി ഉണ്ടായിരുന്നു അവിടെ. അത് ദൈവം കൊടുത്തപ്പോൾ അവർക്കപ്പോൾ സൗകര്യമില്ലായിരുന്നു. പിന്നീടാകട്ടെ എന്ന് വിചാരിച്ചു, കുറേ സൗകര്യങ്ങളൊക്കെ ഉണ്ടാകട്ടെ. ശിഷ്യന്മാർ ഒരു ദിവസം മുഴുവൻ കാത്തിരുന്ന് ചിന്തിച്ച് ധ്യാനം കൂടി ഒന്നുമല്ല തീരുമാനമെടുക്കുന്നത്, അപ്പോൾ അവിടെ വെച്ച്. അതിനുപയോഗിക്കുന്ന പദം എൗത്തയോസ് എന്ന് പറയുന്ന പദമാണ്, ഗ്രീക്ക് പദം എന്ന് പറഞ്ഞാൽ തൽക്ഷണം. അത് നിരന്തരം ആവർത്തിക്കപ്പെടുന്നതാണ് പുതിയ നിയമത്തിൽ. കർത്താവ് വിളിക്കുമ്പോഴൊക്കെ ഇത്തരം വാക്ക്, ഈ അടിയന്തര സ്വഭാവമുള്ള വാക്ക്, തൽക്ഷണം എന്ന വാക്ക് അവിടെ ഉപയോഗിക്കപ്പെടുന്നു. 88 പ്രാവശ്യത്തോളം പുതിയ നിയമത്തിൽ ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. മിയാദ് എന്ന് പറയുന്ന ഹീബ്രു പദമാണ് പഴയ നിയമത്തിൽ ഇതിനുപയോഗിക്കുന്നത്. അതിൻ്റെ അർത്ഥം തൽക്ഷണമെന്നാണ്. അത് പറയാനായി ഞാനൊരു സംഭവം പറയാം. ഈ ദൈവം അബ്രഹാത്തോട് തൻ്റെ പുത്രനെ ബലി കഴിക്കാൻ ആവശ്യപ്പെടുന്ന മോറിയ മലമുകളിലേക്ക് ഇസഹാക്കിനുമായി പോകുന്ന ആ രാവിലെ, അതിരാവിലെ തന്നെ അവൻ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിയിട്ടു എന്ന് വചനം. എന്ന് പറഞ്ഞാൽ അടിയന്തരമായി അവന് തൻ്റെ തമ്പുരാൻ പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ തന്നെ നിവർത്തിക്കാനായി അവൻ തയ്യാറായി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ശിഷ്യനാകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, ശിഷ്യത്വത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നത് ഒരു ചാട്ടമാണ്, തൽക്ഷണമുള്ള ചാട്ടം. ആ തൽക്ഷണത്തിൻ്റെ ചാട്ടം നമ്മുടെ വലകൾ എന്തൊക്കെയാണ്, മാറ്റിവെക്കാനുള്ള ഉപശാന്തികൾ, ഉപന്യായങ്ങൾ എന്തൊക്കെയാണ്, അത് മാറ്റിവെക്കാൻ തമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെടുന്നു. രണ്ടാമതായി,
നമ്മൾ സുരക്ഷിതത്തിൻ്റെ ഒരു മേഖലയിലാണ്. വള്ളം എന്ന് പറഞ്ഞാൽ അതാണല്ലോ. വള്ളം സുരക്ഷിതത്തിൻ്റെ മേഖലയിലാണ്. ജോൺ ക്രിസോസ്റ്റോമൊക്കെ ഇങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. നമ്മുടെയൊക്കെ ഒരു സേഫ് സോണിൽ നിന്നുള്ള കളികളാണ് പലപ്പോഴും ശിഷ്യന്മാരെന്ന നിലയിൽ, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അങ്ങനെയുള്ള ശിഷ്യന്മാരെ അല്ല തമ്പുരാൻ ഇന്ന് ആവശ്യപ്പെടുന്നത്. ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നത് കിർക്കിനെയൊക്കെ പോലെയുള്ള, അല്ലെങ്കിൽ ജമീമ റോഡ്രിക്സിനെയൊക്കെ പോലെയുള്ള ചില മനുഷ്യരെയാണ്. ജീവൻ പോയാലും ഞാനിതാ തമ്പുരാന് വേണ്ടി നിൽക്കുന്നു എന്ന് പറയാൻ കിർക്കിനായെങ്കിൽ, ജമീമ റോഡ്രിക്സ് എല്ലാ പ്രതിഷേധങ്ങൾക്കിടയിലും അവൾ തൻ്റെ വിശ്വാസം എടുത്തു പറയാൻ കഴിയുന്ന തരത്തിൽ അവൾ ശിഷ്യയാണെങ്കിൽ, അത്തരം നിലപാടുകളുള്ള മനുഷ്യരായിട്ടാണ് നാം മാറേണ്ടതെന്ന് കർത്താവ് നമ്മളെ വിളിക്കുന്നു. ഈ ഒരു കോണ്ടെക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്നാപയോഹന്നാൻ മരിച്ചതിന് ശേഷം, കൊല്ലപ്പെട്ടതിന് ശേഷമാണ് യേശു ഗലീലി തടാകത്തിൻ്റെ തീരത്തേക്ക് വന്ന് തൻ്റെ ശിഷ്യന്മാരെ, ആദ്യ ശിഷ്യന്മാരെ വിളിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഒരു മരണവും അവനെ ഭയപ്പെടുത്തുന്നില്ല. തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ അവനിതാ കടന്നു വരുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പ്രയോറിറ്റി കൊടുക്കുന്നവൻ്റെ പേരാണ് ശിഷ്യൻ. അല്ലാത്തവൻ വെറുതെ അവൻ്റെ പിന്നാലെ നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അവൻ ഒരിക്കലും ക്രിസ്തുവിലേക്ക്, ദൈവത്തിങ്കിലേക്ക് മനുഷ്യരെ കൊണ്ടുവരാനാവില്ല. മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാനാവില്ല. മാറ്റങ്ങൾ വരുത്താനാവില്ല. നമ്മൾ ആഗ്രഹിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ പിന്നാലെ വെറുതെ നടക്കുന്നവനാണോ, അതോ ക്രിസ്തുവിൻ്റെ ശിഷ്യനാണോ? തീരുമാനം നമ്മുടേതാണ്. പക്ഷേ അത് അടിയന്തിരമായി തൽക്ഷണം എടുക്കേണ്ടതാണ് എന്ന് മാത്രം. ഒന്ന് കണ്ണടച്ച് കഴിയുന്നവരൊന്ന് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച്, പൊന്നു തമ്പുരാനെ, ഞങ്ങൾക്ക് വേണ്ടി വചനം വെളിവാക്കി തരുന്നത് ശിഷ്യത്വം എന്നത് ഒരു പ്ലാൻ ബി അല്ല, മറിച്ച് പ്ലാൻ എ തന്നെയാണ്. ഒരു എടുത്തുചാട്ടമാണ് തൽക്ഷണമുള്ളത്. വലകളിൽ നിന്ന് വചനത്തിലേക്ക്, വള്ളത്തിൻ്റെ സുരക്ഷിതത്തിൽ നിന്ന് വഴികളിലേക്ക്, അതിൻ്റെ അനിശ്ചിതത്വങ്ങളിലേക്ക്, രക്തബന്ധങ്ങളിൽ നിന്ന് ആത്മബന്ധങ്ങളിലേക്ക്. പൊന്നുതമ്പുരാനെ, ഞങ്ങളുടെ ഇഷ്ടങ്ങളിൽ നിന്ന് നിന്റെ ഇഷ്ടത്തിലേക്ക് നടന്നെടുക്കാനുള്ള, മനുഷ്യരെ പിടിക്കുവാനുള്ള ശിഷ്യത്വം ഞങ്ങൾക്ക് തരണമേ. വചനജായ 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 വചനജായ